രാത്രി ലൈവില് ഗെയിമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഗബ്രിയും സിബിനും പൂജയും. ഭയങ്കര ഹെൽത്തി ടോക്കായിരുന്നു മൂന്ന് പേരും നടത്തിയിരുന്നത്. ഇതുവരെ അവിടെ നടന്നിരുന്ന ഗെയിമിനെ കുറിച്ചാണ് അവർ ഒരു ഹെൽത്തി ആയിട്ട് ടോക്ക് നടത്തിയിരുന്നത്. അവിടെ സിബിനും ഗബ്രിയും ഇത്രയും ഇതിലിരുന്ന് സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാമായിരുന്നു. അവരുടെ മുന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ടോക്ക് ആദ്യമായിട്ടായിരുന്നു. അവിടെ സംസാരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച നടന്ന ഗെയിമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ പവർ ടീം ഏറ്റവും നല്ല പവർ ടീം ആയിരുന്നു, നന്നായി ഗെയിം കളിച്ചു എന്ന് പറഞ്ഞു എന്ന് ലാലേട്ടൻ പറഞ്ഞു എന്ന് അവിടെ ഗബ്രി പറയുമ്പോൾ പൂജ ചോദിക്കുന്നുണ്ട്. അപ്പം നീ അത് കേട്ടൂലേ? എനിക്ക് പിന്നെ സംശയമായി നമ്മളങ്ങനെ ഓരോന്നിനെ കുറ്റപ്പെടുത്തുന്നത് കണ്ട സമയത്ത് എന്ന് പറയുന്നുണ്ട് പൂജ. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഇല്ലില്ല, ലാലേട്ടൻ അങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ അത്രയും നന്നായി ഗെയിം കളിച്ചിരുന്നു, ഒരു പുതിയ കാര്യമല്ല നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു കൊണ്ടുവന്നത്, റൂം പൂട്ടാ എന്നുള്ളത്, അത് അത്രയും നല്ലൊരു കാര്യമായിരുന്നില്ലേ? പിന്നെ ആ സമയത്ത് എനിക്ക് കിട്ടിയ സ്പേസ് ആണത്, ഞാൻ അവിടെ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് റെഡിയാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിബിൻ പറയുന്നുണ്ട് നീ സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് റൂം തുറന്നു തന്നത്, അവിടെ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അല്ല നിങ്ങൾ അവിടെ മിണ്ടാതിരുന്നു എന്നുണ്ടെങ്കിൽ സത്യമായിട്ടും തുറക്കില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരണ്ട, ഗെയിം കളിപ്പിക്കേണ്ട എന്നാണ് വിചാരിച്ചത്, ടാസ്ക് ചെയ്യിപ്പിക്കേണ്ട എന്നാണ് വിചാരിച്ചത്. പിന്നെ നീ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് പിന്നെ തുറക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഇല്ല, ടാസ്ക് കളിപ്പിക്കാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ടാസ്കിന്റെ നേരെ വൈകിക്കാൻ പറ്റുമായിരിക്കും, അല്ലാതെ ടാസ്ക് കളിപ്പിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഗബ്രി വീണ്ടും പറയുന്നുണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചത് കൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് ആരെയാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് സിബിന്റെ അടുത്ത്. അപ്പോൾ സിബിൻ ചോദിച്ചു ആരെയാണ്? നിങ്ങളെ അല്ല അത് കൂടുതൽ എഫക്ട് ചെയ്തത്, മറ്റൊരാളുടെ മുഖംമൂടിയാണ് അവിടെ വലിച്ചു കീറപ്പെട്ടത്, ജിൻഡോയുടെ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് അങ്ങനെ ഒരു സമ്മാനം പോലും കൊടുക്കേണ്ടി വന്നത്. അവിടെ ഞാൻ ചെയ്തത് അവിടെ സംസാരിക്കുന്ന സമയത്ത് ജിൻഡോന്റെ അടുത്ത് ഒന്ന് പോയി സംസാരിക്കുക അവരുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ അല്ല എന്ന് ജിൻഡോ പറഞ്ഞത്. അവിടെ ജിൻഡോയുടെ പെട്ടെന്നുണ്ടായ ഒരു സംഭാഷണത്തിൽ ജിൻഡോയുടെ മുഖം മൂടി വലിച്ചു കീറപ്പെടുകയായിരുന്നു. ജിൻഡോയുടെ ഒരു ഇതാണ്, ക്യാരക്ടറാണ് അവിടെ പോയി കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിബിൻ പറയുന്നു അല്ല, അയാൾ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നോ തുറന്നു കൊടുക്കണമെന്ന് ചോദിച്ചിരുന്നു ഞങ്ങളുടെ അടുത്ത്, ഞങ്ങളാണ് പറഞ്ഞത് വേണ്ട എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പം അല്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനൊരു വാചകം അയാളുടെ വായിൽ നിന്ന് വരാൻ പാടുള്ളതാണോ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സിബിൻ പറഞ്ഞു ആ ശരിയാണ്, അത് ശരിയാണ് എന്ന് പറഞ്ഞു. അല്ല എന്നിട്ടും അയാൾ രണ്ടാമതും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിച്ചതാണ് ശരിയായില്ല എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട് ഗബ്രി. അപ്പൊ പൂജയും സിബിനും പറയുന്നുണ്ട് നിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ മാത്രമാണ് ഞങ്ങൾ ആളെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്തത്, ആളങ്ങനെ കൊണ്ടുവന്നത്, അല്ലാതെ അങ്ങേരോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല, നീ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരരുത്, സത്യം പറയാലോ അതിനു വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തതെന്ന് സിബിനും പൂജയും പറയുന്നുണ്ട്. ഓക്കെ, എനിക്കത് മനസ്സിലായി, നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഗബ്രി പറയുന്നുണ്ട്. വീണ്ടും ഗബ്രി പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് സംസാരിക്കാനായിട്ട് അറിയില്ല, സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മോശപ്പെട്ട വാക്ക് ആളെ വായിൽ നിന്ന് വരും, അതുവരെ കൊണ്ടുവന്നത് മുഴുവൻ അങ്ങനെ കൊണ്ട് കളഞ്ഞു കുളിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ സിബിൻ പറയുന്നുണ്ട് ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അതിന് പറ്റിയൊരു ടാസ്കൊക്കെ കിട്ടിയാലുണ്ടല്ലോ, ഫോൺ വിളി ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത് മുൻ സീസണുകളിൽ ഉണ്ടായിരുന്നത്, അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അയാളുടെ അടുത്ത് സംസാരിച്ച് അയാളെ തകർക്കാനായിട്ട് നമുക്ക് പറ്റും എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ പൂജ പറയുന്നുണ്ട് നീ അക്കാസ് വന്നു കഴിഞ്ഞാൽ തകർക്കുമെന്ന് എനിക്ക് ഉറപ്പല്ല ഗബ്രി എന്ന് പൂജ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പൊ തന്നെ നമ്മുടെ ഇവൻ പറയുന്നുണ്ട്, സിബിൻ പറയുന്നുണ്ട് ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല, എന്തായാലും പവർ റൂമിലേക്ക് കയറേണ്ടത് നീ തന്നെ എന്ന് പറയുന്നുണ്ട് ഗബ്രിയുടെ അടുത്ത്. അപ്പൊ ഗബ്രി പറഞ്ഞു ഞാനില്ലേ പവർ റൂമിലോട്ട് എന്ന് പറഞ്ഞു. അപ്പൊ പൂജ പറഞ്ഞു എല്ലാ ഗബ്രി, എന്തായാലും സിബിന്റെ ഒഴിവിലേക്ക് ഒരാൾ പവർ റൂമിലോട്ട് വരണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ തന്നെ വന്നാൽ മതി ഗബ്രി, ഞങ്ങൾ ആരെ കയറ്റണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു, നീ തന്നെ വന്നാൽ മതി ഗബ്രി എന്ന് പറയുന്നുണ്ട്, നിന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഗബ്രി പറഞ്ഞു ഇല്ല, എന്തായാലും ഞാൻ ഈ ആഴ്ച നോമിനേഷനിൽ വരട്ടെ, ഈ ആഴ്ച നോമിനേഷനിൽ വന്ന് ഞാൻ സേവ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച പിന്നെ ഞാൻ പവർ റൂമിലോട്ട് കയറാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, എന്തായാലും ഈ ആഴ്ച ഞാൻ നോമിനേഷനിൽ പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പൂജ പറയുന്നുണ്ട് അല്ലല്ല നീ എന്തായാലും വായോ, ഞങ്ങളുടെ കൂടെ വായോ, സിബിന്റെ ഒഴിവിലേക്ക് വായോ, സിബിന്റെ ഒഴിവിലേക്ക് എന്തായാലും ഒരാൾ അവിടേക്ക് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഋഷി മാത്രമേ ഉള്ളൂ ആണായിട്ട്, നീ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവുന്നതാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇവർ ഗെയിംസിനെ പറ്റി, അവിടെ നടന്നിട്ടുള്ള ഓരോ ഗെയിമുകളെ പറ്റിയും ഇവർ അത്രയും സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിട്ട് പൂജ പറയുന്നുണ്ട് എനിക്കിപ്പം നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഗബ്രി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിബിനും ഭയങ്കരമായിട്ട് ഗബ്രിയുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, ഗബ്രിയുടെ ഗെയിമിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സിബിനും ഗബ്രീനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് സിബിനാണ് പറയുന്നത് നീ എന്നെ പോയാൽ മതി പവർ റൂമിലോട്ട് എന്നുള്ള രീതിയിൽ.
അപ്പോൾ ഇവൻ സമ്മതിക്കുന്നില്ല, ഗബ്രി സമ്മതിക്കുന്നില്ല, ഞാൻ പോണില്ല പവർ റൂമിലോട്ട്, എനിക്ക് താല്പര്യമില്ല പോകാനായിട്ട്. ഈ ആഴ്ച ഞാൻ നോമിനേഷനിൽ വന്നിട്ട് പുറത്ത് പോകണ്ടെങ്കിൽ പോട്ടെ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റൈലായിട്ട് കളിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സിബിൻ പറയുന്നുണ്ട്, എന്തായാലും ഇത്തവണ എനിക്ക് തോന്നുന്നത് നിന്റെ റൂമിലേക്ക് തന്നെയായിരിക്കും എന്നെ എടുത്തിടുക, നമ്മൾ ഒരുമിച്ച് നിന്നായിരിക്കും ഈ ഒരാഴ്ച നീ ഗെയിം കളിക്കാനായിട്ട് പോകുന്നത്, അതുകൊണ്ട് നമ്മൾ സന്ധിയിലാണടാ, ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഒരുമിച്ച് ഗെയിം കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സിബിനും ഗബ്രിയും തമ്മിൽ. അവിടെ ഭയങ്കര അത്രയും ഹെൽത്തി ആയിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും സിബിൻ പറയുന്നുണ്ട്, ഈ ആഴ്ച എന്തായാലും നീ ഇനി നോമിനേഷനിൽ പോവണ്ട, ഈ ആഴ്ച നീ പവർ റൂമിലോട്ട് കയറ്, അതിനുശേഷം പിന്നത്തെ ആഴ്ച നീ നോമിനേഷനിൽ പോയാൽ മതി, ഞാൻ നിന്നെ ഈ ആഴ്ച വിടണം എന്നാണ് വിചാരിച്ചത്, എനിക്കിപ്പോൾ തോന്നുന്നു വേണ്ട, നീ ഈ ആഴ്ച പവർ റൂമിലോട്ട് കയറാൻ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്, നോമിനേഷനിൽ നമുക്ക് പിന്നെ പോവാടാ എന്ന് സിബിൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു. ആ സമയത്ത് സിബിനാണെന്നുണ്ടെങ്കിലും പൂജയ്ക്കാണെങ്കിലും ഗബ്രിയുടെ അടുത്ത് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് അവരവിടെ നടന്ന ഓരോ ഗെയിംസിനെ കുറിച്ചും, എങ്ങനെയാണ് ഗെയിം വിലയിരുത്തുന്നത്, എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്, സിബിനും ഗബ്രിയും തമ്മിൽ അവിടെ ഒരുപാട് വഴക്കിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് അത് മാറ്റിവെച്ചുകൊണ്ട് അത് എന്തിനു സംസാരിച്ചു, എങ്ങനെ വേണ്ടി സംസാരിച്ചു എന്നൊക്കെ അവിടെ കൃത്യമായി ഗബ്രിയും സിബിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുമിച്ച് നിന്ന് ഗെയിം കളിക്കാം ഈ ഒരാഴ്ച, എന്തായാലും നമ്മൾ രണ്ടുപേരും പുറത്താണല്ലോ എന്നുള്ള രീതിയിൽ സിബിൻ പറയുന്നുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ പവർ റൂമിലോട്ട് പോ, നീ ചെന്നാലും ഇപ്പം ശരിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ പൂജ പറയുന്നുണ്ട്, എനിക്കിപ്പം നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ഗബ്രി എന്ന് പറയുന്നുണ്ട്. നിന്നെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, നിന്റെ ഗെയിം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഗബ്രി എന്ന് പറയുന്നുണ്ട്. അതുപോലെ സിബിനും ഗബ്രിയുമായിട്ടൊരു കൂട്ടുകെട്ട് അവിടെ ഇഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്.